ഇനിയിപ്പോൾ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിലെ മറ്റൊരു പ്രോഗ്രാമാണ് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തും തന്നിരിക്കുന്ന പ്രോഗ്രാം അതേപോലെ എഴുതി തയ്യാറാക്കി സേവ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഇതിനെ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം, എന്നിട്ട് സേവ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ടാസ്ക്. അപ്പോൾ നോക്കൂ ഈ പ്രോഗ്രാം. ഇവിടെ എന്താണ്? ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, പെൻ സൈസ് ഈക്വൽ ടു 3, കളർ ബ്ലാക്ക് ആൻഡ് യെല്ലോ. ബ്ലാക്ക് ആണ് ബോർഡർ, ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന കളറ് യെല്ലോ ആണ്. പിന്നെ ബിഗിൻ ഫില്ലാണ്. ഐ ഇൻ റേഞ്ച് 6 ആണ്. റൈറ്റ് 60, ഫോർവേഡ് 25, ഐ ഇൻ റേഞ്ച് 3, ഫോർവേഡ് 75, റൈറ്റ് 120, ഫോർവേഡ് 100, സർക്കിൾ, ദെൻ എൻഡ് ഫിൽ. ഇത്രയും മാത്രമാണ് ഇതിനകത്തുള്ള പ്രോഗ്രാം. ആ പ്രോഗ്രാം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ പ്രോഗ്രാമിംഗ് തുറന്നിട്ട് അതിനകത്ത് കൃത്യമായി എഴുതി തയ്യാറാക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, ഐഡിൽ തുറക്കുന്നു. ഐഡിൽ തുറന്നിട്ട് പുതിയൊരു ഷെല്ലിൽ, ന്യൂ ഫയലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തയ്യാറാക്കണം. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, പൈത്തൺ ഷെല്ലിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നോക്കാം. ഒന്നാമത്തത് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഒന്നാമത്തത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ദെൻ പെൻ സൈസ് ആണ്, പെൻ സൈസ് 3 ആണ്. പെൻ സൈസ് 3. ദെൻ കളർ, എഗെയിൻ ഇതിൻ്റെ സ്പെല്ലിംഗ് ഓർമ്മിക്കുക, COLOR ആണ് കളർ ബ്രാക്കറ്റ് കൊട്ടേഷൻ ബ്ലാക്ക്, BLACK, ബ്ലാക്ക്, എഗെയിൻ കോമ, ദെൻ യെല്ലോ കൊട്ടേഷൻ YELLOW, കൊട്ടേഷൻ ക്ലോസ്, ബ്രാക്കറ്റ് ക്ലോസ്. യെല്ലോ കളറാണ്. ദെൻ എൻ്റർ. അടുത്തത് ബിഗിൻ ഫിൽ, BEGIN അണ്ടർസ്കോർ. എങ്ങനെ അടിക്കുക, ഷിഫ്റ്റ് മൈനസ് ആണ് അണ്ടർസ്കോർ. ബിഗിൻ ഫിൽ FILL ഡബിൾ ബ്രാക്കറ്റ്. ദെൻ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് ബ്രാക്കറ്റിൽ 6, 6 തവണയാണ്. 1, 2, 3, 4, 5, 6 തവണയാണ് ഇതെന്ത് ചെയ്യേണ്ടത്, റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഡബിൾ ഡോട്ട് അടിച്ചു കഴിഞ്ഞ് എൻ്റർ അടിച്ചാൽ ഓർമ്മിക്കുക, ഒരു ടാബ് അപ്പുറയാണ് ഇത് വന്ന് നിൽക്കുക. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ്, മാറ്റം വരുത്തണ്ട, റൈറ്റ് 60, റൈറ്റ് 60. ദെൻ ഫോർവേഡ് FORWARD, forward 25. Then അടുത്ത ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ J in range 3 ടൈംസ്. അവിടെയും നമ്മൾ ഡബിൾ ഡോട്ട് അടിച്ചിട്ട് കോളൻ അടിച്ചിട്ട് ഒരു സ്റ്റെപ്പ് പുറകെ മാറിയാണ് വരുന്നത്. ഫോർവേഡ് 75, ഫോർവേഡ് 75. ദെൻ റൈറ്റ് 120, RIGHT, റൈറ്റ് 120. ദെൻ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഓർമ്മിക്കാനുള്ളത്. അടുത്ത സ്റ്റെപ്പ് ഓർമ്മിക്കുമ്പോൾ ആദ്യത്തെ ലൂപ്പിന് കണക്കാക്കിയിട്ടാണ് സൈഡ് വേണ്ടത്. സെയിം ലൈനിൽ വരണം. അപ്പോൾ ഒരു ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോർവേഡ് 100, 100, ഫോർവേഡ് 100. ദെൻ സർക്കിൾ, അവിടെ നമ്മൾ അടുത്ത സർക്കിൾ 10, എന്നിട്ട് സർക്കിൾ 10 എൻ്റർ അടിക്കുന്നു. ഒരു ബാക്ക് സ്പേസ് കൂടെ അടിച്ചിട്ട് END, എൻഡ് അണ്ടർസ്കോർ FILL, എൻഡ് ഫിൽ. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കൃത്യമായി കഴിഞ്ഞു. ഒന്നുകൂടെ നോക്കാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, പെൻ സൈസ് 3, കളർ ബ്ലാക്ക് ആണ്, COLOR ആണ്, ബ്ലാക്ക് ആണ്, യെല്ലോ ആണ്. ബിഗിൻ ഫിൽ ഫോർ I in range 6 ആണ്, റൈറ്റ് 60, forward 25. For J in range 3, forward, right 120, forward 100.
ദെൻ സർക്കിൾ 10 ആൻഡ് ഫിൽ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർമ്മയില്ലെങ്കിലും പ്രോഗ്രാം നമ്മളോട് ചോദിക്കും, ഇത് സേവ് ചെയ്തോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളോട് മറന്നുപോയാലും പ്രോഗ്രാമിനത് ഓർമ്മിപ്പിക്കും നമ്മളെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ മാതിരി എക്സാം 10 എടുക്കുന്നു. അവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ 987645_PY3 എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് കൃത്യമാണോ എന്ന് നോക്കാം. വളരെ രസകരമായ രീതിയിൽ ടർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ചിത്രം വരയ്ക്കുന്നുണ്ട്. ഫിൽ കളർ. അപ്പോൾ യെല്ലോ കളറിൽ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാ? ഒന്ന് നോക്കൂ, ഈ ചിത്രം നോക്കൂ. രണ്ടാമത്തെ ഔട്ട്പുട്ട് ഒന്ന് നോക്കൂ. ഇവിടെ രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ ഉള്ളിലത്തെ കളറ് ഗ്രീൻ കളറാണ്, പച്ച കളറാണ്. അപ്പോൾ ഗ്രീൻ ഓർമ്മിക്കുക, സ്പെല്ലിങ് GREEN. പിന്നെ ലൈൻ കളർ എന്താണ്? റെഡാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ വരേണ്ട മാറ്റം എന്താണെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓർമ്മിച്ചാൽ മതി. ലൈൻ കളർ എന്ന് പറയുന്നത് റെഡ് ആവണം. ഇവിടെ ബ്ലാക്ക് ആണുള്ളത്, അത് റെഡ് ആവണം. ഫിൽ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണുള്ളത്, അതെന്താവണം? ഗ്രീൻ ആവണം. ഈ ഒരു മാറ്റം മാത്രമേ ഈ പ്രോഗ്രാമിനകത്തുള്ളൂ. ഈ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു? ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ റീടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, റീടൈപ്പ് ചെയ്യണമെന്നില്ല. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്താൽ മതി. എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ബ്ലാക്ക് എന്നുള്ളതിന് പകരം സാവധാനം നമ്മൾ ഡിലീറ്റ് ബട്ടൺ അമർത്തിയിട്ട് ബ്ലാക്ക് ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ റെഡ് RED റെഡ് എന്നടിക്കുന്നു. അതിനുശേഷം നമ്മുടെ ആരോ കീ ഉപയോഗിച്ചിട്ട് യെലോയുടെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ബട്ടൺ അമർത്തുന്നു. അവിടെ GREEN. അപ്പോൾ റെഡും ഗ്രീനുമായി. ഇത് നമ്മൾ റൺ ചെയ്യുന്നു. F5 അടിക്കുന്നു. റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ പറയുക. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ആ ചിത്രം വരയ്ക്കുന്നത് ടർട്ടിൽ മനോഹരമായിട്ട് നമുക്ക് വേണ്ട ആ ചിത്രം ടർട്ടിൽ വരച്ചു തരികയാണ്. വാ 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 വാ. എന്താണ് ആ ചിത്രം നമുക്ക് ടർട്ടിൽ വരച്ചു തന്നു. ആ കളറും എന്ത് ചെയ്തു? ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമുക്കോ 7 മാർക്ക് ലഭിച്ചു. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ഓക്കെ, റൈറ്റ്.